വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ അനുഗാമികളാകാം. അങ്ങനെ നമ്മുടെ ഏത് കഷ്ടതയും വന്നാലും അത് നമ്മൾക്ക് കൂടുതൽ സഹിക്കാനുള്ള, കഷ്ടതകളെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് തരും. അങ്ങനെ ആ ധൈര്യം അത് നമുക്ക് ആത്മധൈര്യം നൽകുന്നു. ആത്മധൈര്യം നമുക്ക് യേശുക്രിസ്തുവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയും നമുക്ക് നൽകുന്നു. അങ്ങനെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കടപ്പെട്ടവരായ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം. പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ വചനം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് മറ്റുള്ള എന്തിനേക്കാളും ശ്രേഷ്ഠമായി കരുതി നമ്മുടെ മക്കളെക്കാൾ അധികം നമുക്ക് വചനത്തെ സ്നേഹിക്കാം. നമ്മുടെ ജീവനേക്കാൾ അധികം നമുക്ക് വചനത്തെ സ്നേഹിക്കാം. അങ്ങനെ ദൈവം അരുൾ